കനത്ത മഴയെ തുടർന്ന് ശക്തമായിട്ടുള്ള കടലാക്രമണമാണ് എടവനക്കാട് മേഖലയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഈ ബുദ്ധിമുട്ട് തുടരുന്നു. പ്രത്യേകിച്ചും വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളും തകർന്നിട്ടുമുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവർ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സമരം. റോഡ് ഉപരോധിക്കുകയാണ്. സംസ്ഥാന പാതയടക്കം ഉപരോധിച്ചുകൊണ്ട് കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. അല്പസമയം മുമ്പ് സബ് കളക്ടർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. സബ് കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ടെട്രാപോഡിന്റെ കാര്യത്തിൽ ഒരു DPR സർക്കാരിലേക്ക് നൽകിയിട്ടുണ്ട്. അതിന് അനുമതി ലഭിച്ചാൽ ഉടൻ അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. മാത്രമല്ല ഇവിടെ തകർന്ന വീടുകളുടെ കണക്കെടുപ്പ് നടത്തും. അതിനുശേഷം നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും എന്നതാണ് അവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ജിയോ ബാഗ് ചെയ്യാം എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. വീടുകൾക്ക് പറ്റിയ ഡാമേജ് അസസ്മെന്റ് നടത്തി അതിനുള്ള കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കുന്നതാണ്. ഇതാണ് ആസ് ഓഫ് നൗ നമുക്കുള്ള ജിയോ ബാഗ്. ഓൾറെഡി 150 മീറ്റേഴ്സിനുള്ള സാങ്ഷൻ ആയിട്ടുണ്ട്. അതിൽ കൂടുതലുള്ളതിന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതും സാങ്ഷൻ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഇടും. എന്തായാലും ഇപ്പോഴും ആളുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. വലിയ പ്രതിഷേധം തുടരുകയാണ്. ടെട്രാപോഡ് ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡ് വേണം എന്നതാണ് അവരുടെ ആവശ്യം. അതിനുള്ള ഉറപ്പ് ലഭിച്ച് ഉടൻ തന്നെ ജോലികൾ തുടങ്ങണം എന്നും അവർ പറയുന്നു. ഒരു സമരമല്ല, കാരണം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതത്തിന് നിരന്തരമായി ഇതുപോലെ വർഷക്കാലത്ത് സമരം ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരമില്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ രസമാണ്. കാര്യം ജിയോ ബാഗ് വർഷങ്ങളിൽ ചെയ്തു വരുന്നത്, ജിയോ ബാഗ് എന്ന് പറഞ്ഞാൽ 49 ലക്ഷം രൂപ പാസ്സാക്കുന്നു. ഒരു കോൺട്രാക്ടർ വന്നിട്ട് അവിടെ കിടക്കുന്ന മണൽ ആ ഒരു ജിയോ ബാഗിൽ നിർത്തിയിട്ട് അവിടെ തന്നെ സ്ഥാപിച്ചു. അതായത് കോൺട്രാക്ടർമാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്കുള്ള പരിപാടികൾ മാത്രമാണ് നടക്കുന്നത്. എന്തായാലും തൊട്ടപ്പുറത്ത് കുഴിപ്പള്ളി പഞ്ചായത്താണ്, ഇപ്പുറത്ത് നായരമ്പലം പഞ്ചായത്തിന് നടുവിലാണ് എടവനക്കാട് പഞ്ചായത്ത്. ആ രണ്ട് സ്ഥലങ്ങളിലും പുലിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ കടലാക്രമണത്തിന്റെ ആഘാതം കുറവാണ്. പക്ഷേ ഈ മേഖലയിൽ കൂടുതലുമാണ്. പ്രത്യേകിച്ച് 9, 13 വാർഡുകളിലാണ് പ്രതിസന്ധി രൂക്ഷം. എന്തായാലും കൃത്യമായൊരു ഉറപ്പില്ലാതെ പിന്നോട്ടില്ല എന്ന നിലപാടുമായി ജനങ്ങൾ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.